40-ാമത്തെ പദ്യം. ജ്ഞാനവാരാശിജന്യാന സർവേഷാം വപുഷാമിഹ ബീജം സാമാന്യസലിലം മൂലം ചേത്യഭിധീയതേ. ജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നിന്ന് ജ്ഞാനവാരാശിജന്യാന ഉൽപ്പന്നങ്ങളായവ സർവേഷാം വപുഷാം എല്ലാ ശരീരങ്ങൾക്കും ഇഹ ഇവിടെ ബീജം വിത്ത് സാമാന്യസലിലം സാമാന്യമായ ജലം ഇതി അഭിധീയതേ. ജ്ഞാനവാരാശിജന്യാന ജ്ഞാനമാകുന്ന അറിവാകുന്ന സമുദ്രത്തിൽ നിന്നാണ് ഇവിടെ എല്ലാം ഉൽപ്പന്നമായിട്ടുള്ളത്. ഇത് ദാർശനികമാണ് ഈ ഭാഷ. ഇവിടെ കാണുന്നതെല്ലാം അറിവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അറിവ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ, ഈശ്വരൻ. ഈശ്വരൻ ജ്ഞാനസ്വരൂപനാണെന്ന് നമ്മൾ പറയും. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാം ചൈതന്യത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മൂട്, വേര് എന്ന് പറയുന്ന ഒന്നാണ്. ഏതൊരു വേരിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ആ വേര് ഒന്നാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത് എന്ന് ഗുരു ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യമാകുന്ന ഉദരത്തിൽ നിന്നാണ് എല്ലാവരും ജനിച്ചിട്ടുള്ളത്. അതാണ് ബീജം, അതാണ് വിത്ത്, അതാണ് വേരായിരിക്കുന്നത്. സാമാന്യ സലിലം, ജ്ഞാനസലിലം, ജ്ഞാനമാകുന്ന വെള്ളത്തിൽ നിന്നാണ് എല്ലാവരും ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ചൈതന്യാത് ആഗതം സ്ഥൂല സൂക്ഷ്മാത്മകമിതം ജഗത് എന്ന് ദർശനമാലയിൽ ഇതേ തത്വം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ചൈതന്യമാകുന്ന ആ കാരണത്തിൽ നിന്നാണ് സ്ഥൂല സൂക്ഷ്മത്തോടു കൂടിയ ഈ പ്രപഞ്ചം ഉണ്ടായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജ്ഞാന ചൈതന്യത്തെ സകലം വെറും ആദി ബീജമാകുമെന്ന് ആത്മോപദേശ ശതകത്തിലും ഗുരു പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരേ ഒരു കാരണസത്തയിൽ നിന്നാണ് സർവചരാചരങ്ങളും ജനിച്ചിട്ടുള്ളത് എന്ന് ഈ കൃതിയുടെ ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നു.